ഈ കഥയ്ക്ക് കുറച്ച് കാലപ്പഴക്കമുണ്ട്. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മന്ത്രതന്ത്രാദികളിൽ പ്രാവീണ്യമുള്ള ഒരു ബ്രാഹ്മണൻ അരവത്ത് എടമന എന്ന പ്രഭു കുടുംബത്തിൽ ജീവിച്ചിരുന്നു. ഇക്കാലത്ത് തന്നെ മധൂരിനടുത്ത് ഒളിയത്ത് എന്നറിയപ്പെടുന്ന സ്ഥലത്തെ ഒളിയത്തില്ലത്തും മന്ത്രതന്ത്രങ്ങളിൽ അപാര പാണ്ഡിത്യമുള്ളവർ താമസിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ എടമന ഇല്ലത്ത് നിന്നും ഒരാൾ ഒളയത്തില്ലം സന്ദർശിക്കുവാൻ വന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് ഒളയത്തില്ലത്തെ ഗൃഹനാഥൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഗൃഹനാഥൻ്റെ അഭാവത്തിൽ അവിടുത്തെ അന്തർജനം അതിഥിയെ വേണ്ട വിധത്തിൽ സൽക്കരിക്കാത്തതിൽ പ്രകോപിതനായി ചില പൊടിക്കൈ മന്ത്രപ്രയോഗങ്ങൾ നടത്തി എടമന ഇല്ലത്തെ നമ്പൂതിരി തിരികെ വന്നു. ഏറെ വൈകി സ്വന്തം വീട്ടിൽ എത്തിച്ചേർന്ന ഒളയത്ത് തന്ത്രി എടമന തന്ത്രി തൻ്റെ വീട്ടിൽ ചെയ്ത മന്ത്രവാദത്തിൻ്റെ കാര്യം മനസ്സിലാക്കി മന്ത്രരൂപേണ തന്നെ തിരിച്ചും പ്രതികരിക്കണം. പരസ്പരം മനസ്സിലായ തന്ത്രിമാർ മന്ത്രതന്ത്രങ്ങൾ തങ്ങൾക്കുള്ള പ്രാവീണ്യം തെളിയിക്കുവാനായി മത്സരിക്കുകയും മന്ത്രമൂർത്തികളെ കൊണ്ട് പരസ്പരം നിരന്തരം ഏറ്റുമുട്ടുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ ഒളിയത്ത് തന്ത്രി സ്വമൂലാധാര സ്ഥിതിയായ പരാശക്തിയെ ശത്രു സംഹാരത്തിനായി നിയോഗിച്ചു. എന്നാൽ തന്നെ സമീപിച്ച മന്ത്രമൂർത്തിയെ എടമന തന്ത്രി എന്തു ചെയ്തെന്നോ, മൂലമന്ത്രം കൊണ്ട് ആവാഹിച്ച് ഇളനീർ തൊണ്ടിയിലാക്കി കുഴിച്ചിട്ടു. പക്ഷേ ക്ഷണനേരം കൊണ്ട് മന്ത്രമൂർത്തി ആ തൊണ്ടും പൊട്ടിച്ച് പിളർന്ന് തന്ത്രിയോടടുത്തു. ഇല്ലത്തെത്തിയ തന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കി. തന്നെ പിന്തുടർന്നെത്തിയ മന്ത്രമൂർത്തിയെ അദ്ദേഹം അപ്പോഴായിരുന്നു വീണ്ടും കണ്ടത്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അകത്തുനിന്നും ഒരു ചെമ്പ് കുടമെടുത്തു. അതിൽ മൂലമന്ത്രങ്ങൾ ചൊല്ലി വീണ്ടും ആ മന്ത്രമൂർത്തിയെ ആവാഹിച്ചിരുത്തി. പിന്നെ എടമന തന്ത്രി ആശ്രിതന്മാരായ മട്ടൈ കോലാനെയും കീക്കാനത്തെ അടിയോടിയെയും വിളിച്ചു വരുത്തി. പിന്നീട് ഇവരെ കൊണ്ടുതന്നെ ഇല്ലത്തിൻ്റെ തെക്ക് കിഴക്കായി അരക്കാതെ ദൂരെ മൂവാൾ പ്രമാണം കുഴി കുഴിച്ചായിരുന്നു മന്ത്രമൂർത്തിയെ അടക്കം ചെയ്തത്. സർവതന്ത്രാത്മികയും സർവമന്ത്രാത്മികയുമായ പരാശക്തി ഹുങ്കാര ശബ്ദത്തോടെ പൊട്ടിപ്പിളർന്ന് സ്വതന്ത്രയായി ഭീകരാകാരത്തോടെ ചെന്ന് മട്ടൈ കോലാൻ്റെ പടിഞ്ഞാറ്റകം വരെ തകർത്തു. കോലാനെ വധിച്ച് തന്ത്രിയോടടുത്തു. പേടിച്ചുപോയ തന്ത്രി പ്രാണരക്ഷാർത്ഥം ഓടി തൃക്കണ്ണാട് ത്രയംബകേശ്വര സമീപം അഭയം ചോദിച്ചു. കിഴക്കേ ഗോപുരത്തിലൂടെ കയറിയ തന്ത്രിയെ പിന്തുടർന്ന് പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ മന്ത്രമൂർത്തി തൃക്കണ്ണാട് എത്തിയെങ്കിലും തൃക്കണ്ണാടപ്പൻ്റെ സാന്ത്വനത്താൽ സന്തുഷ്ടയായി തന്ത്രിക്ക് മാപ്പ് നൽകി. തന്ത്രിമാർ തമ്മിലുള്ള വെറുപ്പ് തീർത്ത് തൃക്കണ്ണാടപ്പൻ്റെ തന്ത്രിപദം ഒളിയത്തില്ലവുമായി പങ്കിട്ടു. ചെമ്പുകുടത്തിൽ മൂവാൾ കുഴിയിൽ എന്ന് പറഞ്ഞാൽ 3 ആളുടെ വലിപ്പത്തിലുള്ള കുഴി. ഈ കുഴിയിൽ 3.25 നാഴിക നേരം സ്ഥാപനം ചെയ്യപ്പെട്ടതിനാൽ മൂവാളം കുഴി ചാമുണ്ടിയായി തൃക്കണ്ണാട് പടിഞ്ഞാറേ ഗോപുരത്തിൽ പ്രതിഷ്ഠ നേടി. അതായത് 3 ആളുകളുടെ ആഴത്തിലുള്ള കുഴിയിൽ നിന്നും എഴുന്നേറ്റ എന്ന അർത്ഥത്തിലാണ് മൂവാളം കുഴി ചാമുണ്ടി എന്ന പേര് ഈ തെയ്യത്തിന് വന്നു ചേർന്നത്. എടമന വാഴും തന്ത്രിയുമെൻപൊടും ഇളയപുരത്തകമ്പിയ തന്ത്രി പ്രിയരിതമെന്നൊരു ബോധത്താലെ ആത്മസ്വരൂപിണിയാമവൾ തന്നെ ആവാഹിച്ചൊരു ചെമ്പുകുടത്തിൽ സങ്കോചിപ്പിച്ചഴകൊടു തൻ്റെ വൃത്യജനത്തിൽ കയ്യതു നൽകി എന്നാണ് ദേവി വർണ്ണന തന്നെ. എടമന തന്ത്രിയാൽ ചെമ്പുകുടത്തിൽ ആവാഹിക്കപ്പെട്ടതിനാൽ തന്ത്രിമാരെയും ചെമ്പുകുടത്തെയും ദേവിയുടെ അരങ്ങിൽ അനുവദിക്കാറില്ല. കഠിനമായ കോപത്താൽ തൻ്റെ ശക്തി കൊണ്ട് പാതാളത്തിൽ നിന്നും ചെമ്പുകുടത്തെ വരെ പിളർന്നുകൊണ്ടാണ് ദേവി അവതരിച്ചത്. ദേവി അതീവ രൗദ്രതയുള്ളവളാണ്. കോപം മൂത്ത് കണ്ണിൽ കാണുന്നവരെയൊക്കെ തൻ്റെ ആയുധങ്ങൾ കൊണ്ട് ദേവി പ്രഹരിക്കുന്ന കാഴ്ച ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. 3 തരം വർണ്ണ പലിശ, വില്ലും ശരകോലും വ്യത്യസ്ത തരം വാളുകൾ തുടങ്ങിയവയാണ് ദേവിയുടെ ആയുധങ്ങളായി ഉപയോഗിക്കുന്നത്. മലയൻ പണിക്കർ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. ചാലിയ സമുദായക്കാർ കുലദേവതയായിട്ടാണ് ഈ ദേവിയെ ആരാധിക്കുന്നത്. വടക്കൻ മലബാറിലെ പല തറവാടുകളിലും മൂവാളംകുഴി ചാമുണ്ടിയമ്മയെ വരവേൽക്കുന്നത് അതിഗംഭീരത്തോടെയാണ്. അമ്മയുടെ മുഖത്തെഴുത്തും വളരെ ആകർഷണമായ രീതിയിലാണ്.
കോപിഷ്ഠയായി അരങ്ങിൽ വരുന്ന അമ്മ വളരെ ശാന്തതയോടെ മക്കളുടെ വേദനകളും കേട്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് തിരികെ പോകുന്നു. വായ്മൊഴിയായി പകർന്നു വന്ന മലബാറിലെ തെയ്യം കഥകൾക്കായി നമുക്കിനിയും കാതോർക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.